വെച്ചോണ്ട് അവരുടെ മുന്നിൽ തിരിച്ചു കാണിക്കാൻ അറിയാത്തതുകൊണ്ടാ. പ്ലീസ്. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും അവിടേക്ക് വരാൻ താല്പര്യമില്ലെന്ന് അച്ഛൻ അറിയില്ലേ? എന്ന് വെച്ച് ഞാൻ സത്യയുടെ അച്ഛമ്മയോട് പറഞ്ഞു പോയില്ലേ, നമ്മളെല്ലാവരും വരേണ്ടതല്ലേ നിങ്ങളുടെ കൂടെ? സാരമില്ല അച്ഛ, അവരോട് ഞാൻ പറഞ്ഞോളാം. മാത്രമല്ല, എല്ലാരും കൂടി സത്യയുടെ വീട്ടിലേക്ക് പോയാൽ അവർക്കും അത് വലിയ ബുദ്ധിമുട്ടാവും. നമ്മളെ സൽക്കരിക്കാൻ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങിവെക്കും. എന്നാലും സുജിതേച്ചൊക്കെ അവിടെ വന്നാ വെറുതെ ആവശ്യമില്ലാത്തത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കും. അത് വേണ്ടച്ച. അപ്പോ അവരോട് ഞാൻ സംസാരിക്കച്ച. അച്ഛൻ എന്തായാലും വൈകിട്ട് ഹോസ്പിറ്റലിൽ പോണ്ടേ? എന്തെങ്കിലും പറഞ്ഞ് അവരോടൊപ്പം നിങ്ങൾ ഇറങ്ങിക്കോ. ഞങ്ങള് പിന്നീട് പോയിക്കോളാം. ഞാൻ അച്ഛമ്മയോട് കാര്യം പറയാം. ശരി. എടാ, അതിന് ഞങ്ങള് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. അച്ഛമ്മ വേഗം പോകാന്ന് പറഞ്ഞു പോന്നതല്ലേ. ആ ഇറങ്ങി. ഞാൻ അവിടെ വന്നിട്ട് പറയാം. ആ ഇക്രുവിന് പരാതി, അവനെയും കൂട്ടാതെ നമ്മള് സത്യയെ കാണാൻ വന്നതിന്. എന്തു വലിയ വീടാടാ കുരുവീത്. അതെ, എല്ലാം നമ്മുടെ സത്യയുടെ ഭാഗ്യം. അവളുടെ ജാതകത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ബന്ധം. ഒടുക്കം അവക്ക് അത് തന്നെ കിട്ടി. ഒരു ദിവസം നത്തോലിയെ ഇക്രുവിനെ എല്ലാം കൂട്ടി വരണം. അവരെ മാത്രം ആക്കണ്ട. കോളനിയിൽ വേറെയും കാണുമല്ലോ, ഭിക്ഷക്കാരും പിടിച്ചുപറിക്കാരും കൊലപാതകികളും എല്ലാം. അയ്യോ, അവരാരും അത്തരക്കാരല്ല മോളെ. ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം? അല്ല, മരുമകന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. അതൊക്കെ മറന്നോ നിങ്ങള്? എന്താ മോളെ? പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വരുന്നത് വെറും കൈയോടെയാ? ഞങ്ങള് വന്നപ്പോ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. എന്ത് പലഹാരം? വെറും ഉണ്ണിയപ്പവും മുറുക്കും ഒക്കെയാണോ പലഹാരം? ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും നിങ്ങളുടെ എച്ചിത്തരം കാണിക്കാതിരിക്കാൻ പാടില്ലായിരുന്നോ? അത് ഞങ്ങള് പെട്ടെന്ന് വന്നപ്പോ. പെട്ടെന്ന് വന്നാലും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഹൽവ, പേട, ഗുലാബ് ജാമുൻ, ഒരു 20 കൂട്ടം പലഹാരങ്ങളെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നോ? അത് ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം. അച്ഛമ്മേ, ഞാനിപ്പോ വരാം. നീ ഇങ്ങോട്ട് ഒന്ന് പുറത്തു പോയിട്ട് വേഗം വരാം സത്യ. ഇതെവിടേക്ക് എത്ര ധൃതിപ്പെട്ട് കാര്യം പറഞ്ഞിട്ട് പോ. വിരുന്ന് വന്നവര് വെറും കൈയോടെ വന്നത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ ഓടുന്നതാ. സത്യം പറഞ്ഞ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ മോളെ. എന്തൊക്കെ പലഹാരങ്ങളാ കൊണ്ടുവരേണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോയി വേഗം വാങ്ങിച്ചോണ്ട് വരാം. ഇവിടെ ഇപ്പോ ഒരു പലഹാരത്തിന്റെ ആവശ്യമില്ല. അത് ശരിയാ, ഇവിടെ പലഹാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. അഥവാ ഈ കുരുവിച്ചക്ക വാങ്ങിക്കൊണ്ട് വന്നാൽ തന്നെ ഇവിടെയുള്ളവരാരും അത് കഴിക്കാനും പോകുന്നില്ല. വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ കൊടുക്കാം. എന്നാലും ആചാരങ്ങൾ മുടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. തിണ്ണമെടുക്കൊണ്ട് കുരയ്ക്കുന്ന നായ്ക്കളെ കണ്ട് അച്ഛമ്മ എന്തിനാ വിഷമിക്കുന്നെ? കുരയ്ക്കുന്ന സമയം ഏതെന്നോ സ്ഥലം ഏതെന്നോ അറിയാത്ത ജന്തുക്കള് അങ്ങ് കുരച്ചോട്ടെ അച്ഛമ്മ. സത്യ, വേണ്ട, അങ്ങനൊന്നും പറയരുത് മോളെ. നീ എന്താടി പറഞ്ഞേ? എന്നെ നായെന്നാണോ പറഞ്ഞു വരുന്നത്? ആണോന്ന്? സുധി, സുധി, എന്താ ചേച്ചി? എടാ എടാ, ഇവളെന്താ എന്നെ വിളിച്ചെന്നറിയോ? നിന്റെ പെങ്ങളല്ലേ ഞാൻ. എന്റെ മുഖത്ത് നോക്കി ഇവള് പറയാ ഞാൻ നായയാണെന്ന്. ചോദിക്കടാ ഇവളോട്. കോളനിന്ന് 2 പേര് കാണാൻ വന്നപ്പോ ഇവളുടെ മട്ടങ്ങ് മാറി.
ചോദിച്ചേ. ഇവളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സത്യ അനാവശ്യമായി ആരോടും ഒന്നും പറയാറില്ല. ഓ അത് ശരി. അപ്പൊ നീ ഇപ്പൊ അവളുടെ ഭാഗത്താണല്ലേ? നിന്റെ നാശത്തിനാടാ ഇത്. സൂക്ഷിച്ചു, നീ മുടിഞ്ഞു പോകും. ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്കണേ. ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാ. സോറി. എന്താ മോനെ ഇത്? സുജിത അതിന് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. നാട്ടുനടപ്പായൊരു കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ അച്ഛന് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം അന്ന്. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ പിന്നീട് വരും. അത് മതി മോനെ. നമുക്കെന്നാ ഇറങ്ങിയാലോ? അല്ല, ഞങ്ങൾ വൈകിട്ട് വരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്, അതാ. അച്ഛമ്മയും കുരുവിയും പൊയ്ക്കോ, ഞങ്ങള് സൗകര്യം പോലെ എത്തിക്കോളാം. അയ്യോ, അങ്ങനെയല്ല, ഇന്ന് വൈകിട്ട് വരാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് ഇറങ്ങാടാ കുരുവി. ശരി അച്ഛമ്മേ. ആ ശരി. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഒരുമിച്ച് പോണം. എന്തിനാ? ആ സുജിത ഉണ്ടാക്കി തരുന്ന മുളക് പൊടി ജ്യൂസ് കുടിക്കാനോ? തൽക്കാലം ആ കാര്യം നിങ്ങൾ ആരോടും പറയണ്ട. എന്തായാലും ഇതിൽ അവക്കൊണ്ടൊരു പണി കൊടുത്തേ പറ്റും. അവക്കുള്ള പണി സത്യ തന്നെ കൊടുത്തോളും. എന്തായാലും സത്യക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. സത്യ എപ്പോഴാ വീട്ടിൽ വരുന്നേ? ഞങ്ങളുടെ കൂടെ തന്നെ വരേണ്ടതായിരുന്നു. പിന്നെ ഞാനും അച്ഛമ്മ നേരത്തെ ഇറങ്ങി. വിക്രമന് സത്യം ഇനി കുറച്ചു ദിവസം സത്യയുടെ വീട്ടുണ്ടാവൂല്ലേ? അതൊന്നും അറിയില്ല. ചിലപ്പോ വേഗം തിരിച്ചു പോവും. ഇവിടം വരെ വരുന്ന സ്ഥിതിക്ക് സത്യം നമ്മളടുത്ത് വരാൻ സാധ്യത ഉണ്ട്. തിരക്കാണെങ്കിൽ വർഷപ്പിൽ കയറാതെ പോവും. ഇവിടെ കയറാതെ സത്യക്ക് പോകാൻ കഴിയില്ല. സത്യയും വിക്രമനും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരെയല്ലേ, നമുക്കൊരു ട്രീറ്റ് കൊടുക്കണ്ടേ അവർക്ക്? ആദ്യം സത്യയും വിക്രമനും വീട്ടിലെത്തട്ടെ, അതിനുശേഷം ആലോചിക്കാം മറ്റതല്ല. ആ ചില കാര്യങ്ങള് മറക്കുന്നല്ലേ നല്ലത്. ഉപദേശമല്ല, എനിക്കറിയാം ആ മനസ്സ് നിറയെ ചേച്ചിയാണെന്ന്. അതിന്റെ ഒരു കോണിൽ പോലും ഞാനില്ലാന്നും അറിയാം. ജീവിതം
അതെന്താണെന്നോ ഇങ്ങനെയൊക്കെയായി തീരുമെന്നോ ഞാൻ കരുതിയതല്ല സുധി. ഒന്നും എന്റെ തെറ്റല്ല. എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടും ആരോ പിടിച്ചു തള്ളി കൂടെ നിർത്തിയ അനുഭവം എനിക്ക്. എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്ത കുറ്റം അത് പൊറുക്കാൻ പറ്റാത്തതാ. കാണുമ്പോ കൊതി തോന്നുന്നത് പോലെയല്ല ഒരു ജന്മം മുഴുവൻ കൂടെ ജീവിക്കേണ്ടി വരുമ്പോ എന്നെനിക്കറിയാം. എന്റെ ജീവിതവും എന്റെ സങ്കല്പവും അത് രണ്ടും രണ്ടായിപ്പോയി. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വിധിയെ പഴിക്കാനും എനിക്ക് കഴിയില്ല. കുറ്റപ്പെടുത്താൻ എനിക്ക് എന്നെ മാത്രമേ ഉള്ളൂ. ആഹാ, എത്തിയോ രണ്ടുപേരും? ഇതെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? രണ്ടുപേരും അകത്തേക്ക് വാ. വാ. അമ്മയുടെ തീരുമാനം ഇപ്പൊ ഈ വീട്ടിൽ നടപ്പിലായി തുടങ്ങി. ഇങ്ങനെ വേണം, ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണം എല്ലാ കാര്യങ്ങളും. അച്ഛനെ ധിക്കരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവളുടെ കൂടെ ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും അവളോട് പ്രതികരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. മകന്റെ ജീവിതം തൊലച്ചു കളഞ്ഞില്ലേ എല്ലാവരും കൂടെ? ഇനി അമ്മ ഇതേ സ്റ്റാൻഡിൽ നിൽക്കണം. സുധിയുടെ വിവാഹം എത്ര വലിയ സ്വപ്നമായിരുന്നു. അവളെ താലി കെട്ടിയ ആ നിമിഷം തീർന്നു എന്റെ സ്വസ്ഥത. അമ്മയുടെ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ മുഴുവൻ സമാധാനവും ഇല്ലാതായില്ലേ? അവൻ ഇനി സന്തോഷത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? സ്വന്തം മകന്റെ ഭാവി നശിപ്പിച്ച അച്ഛൻ. നിന്റെ വൃത്തികെട്ട സ്വഭാവം എന്റെ ഭാര്യയുടെ മനസ്സിൽ കുത്തിക്കേറ്റണ്ട. രാധികെ, നീ നിന്റെ നില മറന്ന് ഒന്നും പറയാനും പ്രവർത്തിക്കാനും പാടില്ലായിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. എന്റെ പെരുമാറ്റത്തിനും കുഴപ്പമുണ്ടായിട്ടില്ല. എന്നിട്ടാണോ ഇങ്ങനെ? എങ്ങനെ? വീട്ടിലെ അവസാനത്തെ സന്തതിയുടെ വിവാഹമാണ് നടന്നത്. വീട്ടിലേക്ക് വന്നു കയറിയ പെൺകുട്ടിയോട് മാന്യമായിട്ട് പെരുമാറണമായിരുന്നു. അവളോട് മാത്രമല്ല, അവളുടെ കുടുംബത്തോടും അങ്ങനെ തന്നെ വേണമായിരുന്നു. ചന്ദ്രേട്ടന് പോകായിരുന്നില്ലേ സത്യയുടെ വീട്ടിലേക്ക്? നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ലല്ലോ, സുധിയും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകളും ഉണ്ടായിരുന്നില്ലേ? അപ്പോ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അല്ലേ? സുധിയുടെ വിവാഹം കഴിഞ്ഞതോടെ നീ എന്നോട് നേരാമണ്ണം സംസാരിച്ചിട്ട് പോലുമില്ല. എങ്ങനെ സംസാരിക്കും? സത്യയെ സപ്പോർട്ട് ചെയ്യാനല്ലേ അച്ഛന് നേരമുള്ളൂ. അതേടി, ശരി ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സപ്പോർട്ട് ചെയ്തോ? മറ്റാരേക്കാളും ചന്ദ്രേട്ടനിപ്പോ സത്യയാണല്ലോ വലുത്. നീ എന്തൊക്കെ പറഞ്ഞാലും സത്യയ്ക്കും സുധിക്കും ഒപ്പം നമ്മൾ പോകാതിരുന്നത് മോശം തന്നെയാ. ഒന്നുമില്ലെങ്കിലും അത് നമ്മുടെ സുധിയുടെ ഭാര്യ വീടാ. നമ്മൾ കുടുംബസമേതം ഒരു ദിവസം അവിടെ ചെല്ലേണ്ടതാ. കുടുംബസമേതം ചെല്ലാൻ പറ്റിയൊരു വീട്. ആ വീടിന് എന്താ കുഴപ്പം? അതിനേക്കാൾ ചെറിയ വീട്ടിലേക്കാ ഞാൻ നിന്റെ അമ്മയെ കെട്ടിക്കൊണ്ടു വന്നത്. അമ്മയെ കെട്ടിക്കൊണ്ടു വന്നത് നല്ല അന്തസ്സുള്ള തറവാട്ടിന്നാ, അല്ലാതെ കോളനിന്നൊന്നും അല്ലല്ലോ. അത് മാത്രാണോ? ഒളിച്ചോടിയ ചേച്ചിക്ക് പകരമായിട്ടല്ല അമ്മ അച്ഛന്റെ കൂടെ വന്നത്. സുജിതേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അടങ്ങുമല്ലേ? സത്യയുടെയും സുധിയുടെയും കൂടെ ആരും പോയില്ല എന്നും പറഞ്ഞ അച്ഛൻ ബഹളം വെച്ചില്ലേ? എങ്ങനെ പോകും? എന്ത് ധൈര്യത്തിൽ പോകും ആ കോളനിയിലേക്ക്? അവിടുന്ന് നിന്നെ ആരെങ്കിലും പിടിച്ച് തിന്നുകളയോ? അച്ഛൻ ഇങ്ങനെ ബഹളം ഒന്നും വെക്കണ്ട. സുധിക്ക് വേണ്ടി കല്യാണം ഉറപ്പിച്ചവള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയതും പകരക്കാരിയായി എത്തിയ അനുജത്തിയെ സുധി കെട്ടിയതും ആ കോളനിയിൽ പാട്ടായിരിക്കും. അവരുടെ കളിയാക്കലും പരിഹാസവും ഒക്കെ സഹിച്ചുകൊണ്ട് എങ്ങനെയാ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മൾ കേറി പോന്നെ? ദിവ്യയ്ക്ക് പകരക്കാരിയായിട്ട് നീ ഒരുവളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരുന്നല്ലോ, നിന്റെ ഭർത്താവിന്റെ അനിയത്തി. അവളോ? പൂജയ്ക്ക് എന്താ ഒരു കുറവ്? കാശില്ലേ? തറവാട്ട് മഹിമയില്ലേ? കാശിനും തറവാട്ട് മഹിമയ്ക്കും ഒപ്പം കുറെ താൻ തോന്നിത്തരവും കൂടെ പറപ്പായി കിട്ടിയിട്ടുണ്ടല്ലോ അവൾക്ക്.
മദ്യപിച്ച് ലക്ക് കെട്ട് കണ്ടവരുടെ നെഞ്ചത്തേക്ക് കാർ ഓടിച്ചു കയറ്റുന്ന ഒരു പെണ്ണിനേക്കാളും എന്തുകൊണ്ടും ശ്രുതിക്ക് യോജിക്കുന്നത് സത്യ തന്നെയാണ്. ഇനിയും സത്യയെക്കുറിച്ചോ അവളുടെ കുടുംബത്തെക്കുറിച്ചോ അനാവശ്യം പറയാൻ നിന്നാൽ നീ നേരത്തെ പറഞ്ഞ ആ തറവാട്ട് മഹിമ മുഴുവനായിട്ട് ഞാനങ്ങ് വിളമ്പും. അത് വേണോ? വേണോടി? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിർത്തടി. ഇനി നിന്റെ ശബ്ദം ഉയർന്നാൽ ആ നാവ് ഞാൻ പിടിച്ചെടുക്കും. കടന്നു പൊടി എന്റെ മുന്നിൽ നിന്ന്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ പറയിപ്പിച്ച് അടങ്ങൂ. സുജിതയുടെ തറവാട്ടുകാർ മോശമാണെങ്കിൽ നിങ്ങളെന്തിന് അവളെ ബൈജുവിന് കെട്ടിച്ചു കൊടുത്തത്? കെട്ടിച്ചു കൊടുത്തതല്ലോ, കെട്ടിക്കൊണ്ട് പോയതല്ലേ. അതിന്റെ പേരും ഒളിച്ചോട്ടം തന്നെയായിരുന്നു. അവളതൊക്കെ മറന്നു. ഇടയ്ക്ക് നീയെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നാവും. മോളെ, അവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും നീ ഇനി ആരോടും പറയാൻ പോവണ്ട. എന്നോട് അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അച്ഛമ്മയുടെ പ്രായമെങ്കിലും അവള് നോക്കണ്ടേ? കുടിക്കാനുള്ള ജ്യൂസിൽ മുളക് പൊടി കലക്കിയിരിക്കുന്നു. അത് പിന്നെ ഭർത്താവിന്റെ അനുജത്തിയെ സുധിയെ കൊണ്ട് കെട്ടിക്കാൻ ആഗ്രഹിച്ചവളല്ലേ. അതിന് സുധിയുടെ അച്ഛൻ സമ്മതിക്കാത്തതിന്റെ ദേഷ്യം ഉണ്ടാവും അവർക്ക്. സുധിക്ക് അവളെ തീരെ ഇഷ്ടമല്ല. നീ എന്തായാലും ആരോടും പിണങ്ങാനും ആരെയും പിണക്കാനും നിൽക്കരുത്. ആ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നോക്കേണ്ടത് എന്റെ മോളുടെ കടമയാ. ഇത് സുധിക്ക് കൊണ്ട് കൊടുക്ക. മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അച്ഛനില്ലാതെ വളർന്ന നിനക്ക് നല്ലൊരു അച്ഛനെ കിട്ടിയല്ലേ, അത് തന്നെ മഹാഭാഗ്യമായി കരുതിയാ മതി.